ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലൊരു ഓണം സീരീസ് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ 18ാമത്തെ ദിവസമാണ്. 18ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്റ്റൈല് സാമ്പാറിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു നോക്കിയോ? ഓണം സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിപ്പം സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തുവരപ്പരിപ്പാണ്. അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുതിർക്കാത്ത പരിപ്പാട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ ഉണ്ട്, പിന്നെ നമുക്ക് മുരിങ്ങയ്ക്കായും കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറികളായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ പടവലങ്ങ എടുത്തിട്ടുണ്ട്, നമ്മൾ പിന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അച്ചിങ്ങാപ്പയറും എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ സാമ്പാറിൽ അച്ചിങ്ങാപ്പയർ ഇടുന്ന ഇഷ്ടമാണെന്ന് പറയണേ. അപ്പം നമുക്കിവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടമേ. ബീൻസിനെക്കാളും കൂടുതൽ നമ്മളിവിടെ അച്ചിങ്ങാപ്പയറാണ് സാമ്പാറിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. നിങ്ങൾ സാമ്പാറിൽ വെളുത്തുള്ളി ആഡ് ചെയ്യുമോ? ആഡ് ചെയ്യാറില്ലെങ്കിൽ ഇത്തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സാമ്പാറിൽ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇതെൻ്റെ ആൻറ്റി പറഞ്ഞു തന്ന ടിപ്പാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാവേ. നമ്മൾ ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തിളച്ച് തൂകി നമ്മുടെ കുക്കറിൻ്റെ അടപ്പിലൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള മാത്രം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകുമേ. നമ്മൾ ഓൾറെഡി പരിപ്പിൽ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ടു, പുറകെ തന്നെ നമ്മൾ വഴുതനങ്ങ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടു. അങ്ങനെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാവേ. അവയിൽ നമ്മൾ നീളത്തിൽ അരിയുന്നെങ്കിൽ നമ്മൾ സാമ്പാറിൽ വരുമ്പോൾ ക്യൂബ്സ് ആയിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലാണ് നിങ്ങൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മുരിങ്ങയ്ക്ക ഇപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് കുക്കായി പോയാൽ മുരിങ്ങയ്ക്കയുടെ ആ നാരെല്ലാം കൂടി പുറമേ നിന്നിട്ട് അത് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുവേ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നത് മുരിങ്ങയ്ക്കായ്ക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തു. ഇനി അത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതിയാകുകയും, കാരണം പരിപ്പിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി മാത്രം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കായത്തിൻ്റെ ഒരു കട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായി വരാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ അത് തിളച്ചു. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ടായിരുന്നോ എന്നത് കമൻറ്റ് ചെയ്യണേ. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഇതിന് സാമ്പാറിന് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ഈ വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് നോക്കാവേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് കുക്കായോ നോക്കി നോക്കാവേ. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ ഒഴിച്ചത് കൊണ്ട് അതിൻ്റെ കുക്കറിൻ്റെ ലിഡിലൊന്നും ഒട്ടും തിളച്ച് ചാടിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ വെജിറ്റബിൾസ് വെന്തതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ വാളംപുളി ഒരു നാരങ്ങ വലിപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞതാണേ. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്യാത്ത നമ്മുടെ തക്കാളി നമ്മൾ അതിലേക്ക് അരച്ചിട്ട് പേസ്റ്റാക്കി ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് നമ്മൾ പുളിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകുമേ. നമ്മൾ ഓൾറെഡി ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മളെ ഇഡ്ഡലി സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഞാൻ
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ വഴറ്റി ചേർക്കുമായിരുന്നേ. ഈ വട്ടം നമ്മൾ തക്കാളി അടിച്ചാട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ആ സാമ്പാർ കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട പൊടികളാട്ടോ ഇത്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളൊന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് നേരം വെച്ച് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിലോട്ടും പരിപ്പിലോട്ടും നമ്മൾ ചൂടാക്കി വെച്ച നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം തന്നെ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുകും എല്ലാം നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാവേ. വറ്റൽമുളക് നമ്മളിവിടെ 3 വറ്റൽമുളക് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ടാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പാറിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സാമ്പാറിൻ്റെ അടിപൊളി ആ കായത്തിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുവേ. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒരു സാമ്പാർ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ടോ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് പോലെ തന്നെ നമ്മൾ വിഷുവിന് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓണസദ്യക്ക് ചെയ്യാത്ത ഒരുപാട് വിഭവങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വിഷു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാവേ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.